നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 2605 CCC 2605 പ്രവേശിക്കുകയാണ്. 2605 പിതാവിൻ്റെ സ്നേഹ പദ്ധതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു CCC ഭാഗമാണ്. ഈശോയുടെ പീഠാനുഭവം, കുരിശിൽ കിടന്നുള്ള ഈശോയുടെ പ്രാർത്ഥനകളാണ് ഇതിലെ പ്രധാന വിഷയം. ഇത് എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും തീരാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പിതാവിൻ്റെ സ്നേഹ പദ്ധതി പൂർത്തീകരിക്കേണ്ട സമയം സമാഗതമായപ്പോൾ പുത്രസഹജമായ തൻ്റെ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക്, കണ്ടോ, ഈ വാക്കുകളെയൊക്കെ നമുക്ക് എങ്ങനെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും? തൻ്റെ പുത്രസഹജമായ തൻ്റെ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക് കണ്ണോടിക്കാൻ യേശു നമ്മെ അനുവദിക്കുന്നു. പിതാവിൻ്റെ സ്നേഹപദ്ധതി എന്നു മുതൽ ആരംഭിച്ചതാണ്. പിതാവിൻ്റെ സ്നേഹപദ്ധതി ലോകം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് സ്നേഹത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് എഫേസോസ് 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നു. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളാണ്. പിതാവിൻ്റെ സ്നേഹ പദ്ധതി എന്നത് രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയുടെ ആരംഭം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയാണ്. അത് പൂർത്തീകരിക്കലാണ് ഈശോ നടത്തുന്നത്. ഈശോയുടെ വരവിലൂടെ പൂർത്തീകരിക്കേണ്ട സമയം സമാഗതമായപ്പോൾ പുത്രസഹജമായ തൻ്റെ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക്, പുത്രസഹജമായ തൻ്റെ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക് കണ്ണോടിക്കാൻ യേശു നമ്മെ അനുവദിക്കുന്നു. അവിടുന്ന് സ്വയം ശത്രുക്കൾക്ക് കീഴടങ്ങുന്നതിന് മുൻപ് മാത്രമല്ല, അതാണ് അവിടുന്ന് വേണമെങ്കിൽ ആ ശത്രുക്കളെ നശിപ്പിക്കാമായിരുന്നു. അവിടുന്ന് ദൈവമാണ്. എന്നാൽ അവിടുന്ന് ആ ശത്രുക്കളെ നശിപ്പിക്കുകയോ അവർക്ക് എതിരിടുകയോ അല്ല ചെയ്തത്. സ്വയം ശത്രുക്കൾക്ക് കീഴടങ്ങുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ കാഴ്ചവെപ്പ് പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൺ ദാറ്റ് നൈറ്റ് വെൻ ഹി വാസ് ബിട്രേഡ് ഹി ഗേവ് ഹിംസെൽഫ്. സ്വമേധയാ തന്നെ സമർപ്പിച്ചു. അതാണ് കൂദാശ വചനങ്ങളിൽ പറയുന്നത്. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ സ്വമേധയാ തന്നെ സമർപ്പിച്ചു. അപ്പോഴാണ് അത് അർപ്പണമാകുന്നത്, അത് ബലിയാകുന്നത്. ശത്രുക്കൾക്ക് തന്നെ വിട്ടുകൊടുത്തു. അവിടുത്തെ പ്രധാന പ്രാർത്ഥനയാണ് ഗത്സമനിയിൽ ഈശോ പ്രാർത്ഥിച്ചത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനമായത്. ഈശോയുടെ പുത്രസഹജമായ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ പോയിൻ്റാണത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾ വിശ്വാസ പ്രമാണ സ്വർഗസ്ഥനായ പിതാവിലെല്ലാം പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം. കണ്ടോ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, എന്നിലാകണമേ.
ഇപ്പം നമ്മളെല്ലാ പ്രാർത്ഥനകളുടെയും ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പോലെയാണ് ദൈവഹിതം അനുസരിച്ചുള്ള ഒരു പ്രാർത്ഥന, ദൈവഹിതം അനുസരിച്ചുള്ള ജീവിതം. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം പദ്ധതി ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാ തോന്നുന്നത്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണത്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച മാർപ്പാപ്പയുടെ പൊതുസമ്മേളന പ്രാർത്ഥനയിൽ, പൊതുസമ്മേളന പ്രബോധനത്തിൽ ഈശോ പ്രാർത്ഥിച്ചു. ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ലൂക്ക 12:6-12. അതിനുശേഷം പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരിൽ ഇന്ന 12 പേര് അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തു. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, തീർച്ചയായിട്ടും രാത്രി പിതാവിനോട് സംസാരിച്ചിരിക്കാം ഈ കാര്യങ്ങൾ. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ അപ്പസ്തോലന്മാരുടെ പേര് അപ്പോൾ അവതരിപ്പിച്ചത്, അപ്പോൾ തിരഞ്ഞെടുത്തതല്ല. അവരെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ്. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ഒന്ന് നിങ്ങൾ വിശ്വസിക്കാമോ? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇത് അപ്പസ്തോലൻ്റെ വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. എഫെസോസ് 1:4. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് തന്നെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പം ചോദിക്കുന്നതും ഇപ്പം പ്രാർത്ഥിക്കുന്നതും എല്ലാം ആണെങ്കിലും അതിൻ്റെ എല്ലാം അപരിമേയ ആഴം എന്താണ്? നമ്മളെക്കുറിച്ച് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത് ഇപ്പോഴല്ല, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ പദ്ധതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതി നമ്മളിൽ നടപ്പാകണമേ എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആദ്യം അതെന്താണ്? അങ്ങയുടെ ഹിതം. അങ്ങ് എന്നെ സൃഷ്ടിച്ചത് തന്നെ അങ്ങയ്ക്ക് വേണ്ടിയാണ്. അങ്ങയ്ക്ക് വേണ്ടി അങ്ങ് എന്നെ സൃഷ്ടിച്ചു. ആ ഹിതത്തിന് ഞാൻ വിട്ടുതരുന്നു. ഇതാണ് മാതാവിൻ്റെ പ്രാർത്ഥനയും. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിലാകട്ടെ. വരൂ, നമുക്കെല്ലാവർക്കും ഈ നിമിഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആ പദ്ധതി നമ്മളിൽ നിറവേറട്ടെ എന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, അങ്ങയുടെ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ഇതാണ് പ്രാർത്ഥനയ്ക്ക്. ഒരുപാട് വാക്കുകളല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കണം. ഇതുപോലെ ഈശോ തന്നെ സമർപ്പിച്ച പോലെ. അപ്പോഴാണ് ഈശോയുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ ഒന്നാകുന്ന ആ വലിയ അനുഭവം. തുടർന്ന് കുരിശിൽ കിടന്നുകൊണ്ട്, ഇപ്പം ഇത് ഗെത്സമനിൽ വെച്ചിട്ടാണ്, ഇവിടുന്ന് ആ വേദനയുടെ ഭയാനകത തുടങ്ങി. എന്ന പോലെ നമ്മളിൽ ഒരുപക്ഷെ വേദന ഉണ്ടാവും. ഭയാനകമായ വേദനകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിൻ്റെ ഉള്ള അവസ്ഥകളും രോഗാവസ്ഥകളും എല്ലാം ഓരോരുത്തർ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾക്ക് സങ്കടം വരികയാണ്. നമ്മൾ നെഞ്ചുപൊട്ടി കരയുകയാണ്. എന്നാൽ അതെല്ലാം ഈശോ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അതാണ് പൗലോസ്ലീഹ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഫിലിപ്പിയർ 1:29, കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനോടൊപ്പം
സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അവനോടൊപ്പം സഹിക്കാൻ. അപ്പോൾ കുരിശിനെ മാറ്റി നിർത്തിയിട്ടൊരു ക്രിസ്ത്യാനിക്ക് ജീവിതമില്ല. കുരിശെന്ന് പറയുമ്പോൾ ആ കുരിശിൽ അനുഭവിക്കുന്ന വേദന വ്യത്യസ്ത രീതിയിൽ ഓരോരുത്തർക്കും കർത്താവിൻ്റെ കുരിശുമായിട്ട് ഒന്നാകാനുള്ള ഒരു അവസ്ഥയാണ്. ഒരിക്കലൊരു സഹോദരി വന്നിട്ട് ഉത്തരേന്ത്യയിൽ വെച്ചിട്ടാണ് ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് കരഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ മദ്യപിച്ച് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ഭർത്താവും കൂടെ ഉണ്ട്, അയാൾ മദ്യപിച്ചിട്ട് ലക്കില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ദർശനത്തിൽ കാണുകയാണ്, ഈശോയുടെ കുരിശിൻ്റെ പുറകു വശത്ത് ഇവർ തൂങ്ങിക്കിടക്കുന്നതായിട്ട്. എന്നിട്ട് ഈശോ പറയാണ്, അവളോട് പറയൂ, എൻ്റെ കുരിശിൻ്റെ പുറകു വശം വെറുതെ കിടക്കുകയാണ്, ഞാൻ അവളെ അതിലേക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഈ അമ്മച്ചിയോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് എനിക്ക് ആദ്യം സംശയം തോന്നി. പക്ഷേ കർത്താവ് പറഞ്ഞത് ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ തന്നെ അത് ഭയങ്കര ഒരാശ്വാസം. അയ്യോ, അത് സത്യമാണേ, കുഞ്ഞുനാൾ മുതലേ എനിക്ക് സഹനമല്ലാതെ ഒന്നുമില്ല. എൻ്റെ അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോഴെങ്കിലും ഒരാശ്വാസമാവെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചപ്പോൾ ഇതാ അന്ന് മുതൽ അതിഭയാനകമായ സഹനം. എൻ്റെ ദൈവമേ, ഞാനിത് സ്വീകരിക്കുന്നു എന്ന് അവൾ പറയുകയും പെട്ടെന്ന് ഈ മദ്യപിച്ച് വിലുവില്ലാതെ നിൽക്കുന്ന ഈ ആള് അവിടെ സാഷ്ടാംഗം വീണ് അതിൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയും അയാളിൽ ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം ആ സമയത്തുണ്ടാകുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കുരിശിലെ ഈ സഹനവുമായിട്ട് ഒന്നായിട്ടുണ്ടോ? ഈ സഹനത്തെ നമ്മൾ സ്വീകരിക്കാൻ മനസ്സ് കൊടുക്കുന്നുണ്ടോ? അത് സ്വീകരിച്ച് കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയുടെ അപരിമേയമായ ആഴങ്ങളിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരെ കുറിച്ചൊരു കുരിശുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ. കണ്ടോ, ശിഷ്യനായിട്ടില്ല, ആഗ്രഹിക്കുന്നവൻ. ഏതെങ്കിലും എടുക്കുക, ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ലൂക്കായാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, ലൂക്ക 9:23. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആദ്യം നാളുകളിലൊക്കെ വിചാരിച്ച അതൊക്കെ കോവേന്തയിലുള്ളവർക്കും കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കൊക്കെ വേണ്ടിയായിരിക്കും, സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പുറകെ വരിക എന്നൊക്കെ പറയുന്നത്. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റും, നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ ഒരു ദിവസം അത് വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ ആദ്യ വാക്കിതാണ്, ലൂക്ക 9:23 ആദ്യ വാക്കിതാണ്, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. എൻ്റെ കർത്താവേ, ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. അവൻ എല്ലാവരോടുമായി പറഞ്ഞു. ആരെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച്, ഇവിടെയാണ് നമുക്ക് പറ്റാത്ത കാര്യം, സ്വയം പരിത്യജിച്ചോ. ആരെങ്കിലും, കണ്ടോ, ആരെങ്കിലും ഇവിടെ ആരെന്നുള്ള ഇല്ല, ആരും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? അവർ തന്നെ പരിത്യജിച്ചു. കണ്ടോ, നമ്മുടെ സ്വന്തം ഇഷ്ടം നടപ്പാകാൻ വേണ്ടിയല്ല കർത്താവിലേക്ക് വരുന്നത്. പരിത്യജിച്ച് അനുദിനം, എല്ലാ ദിവസവും, ഒരു ദിവസവും ഒഴിവില്ലാതെ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ, ഇതാണ് ആദ്യത്തെ ഈശോയുടെ പ്രഘോഷണം. 9-ാം അധ്യായം ലൂക്ക 9 അപ്പസ്തോലന്മാരെ ആദ്യം വിളിച്ച ഭാഗമാണ്. അവൻ 12 പേരെ വിളിച്ചു. ആദ്യത്തെ വിളിയിൽ തന്നെ പറയാണ്,
അപ്പോൾ നമ്മളെല്ലാവരുടെയും വിളിയാണിത്. ആർക്കും ഇതിൽ നിന്ന് അകലാൻ സാധിക്കില്ല. അത് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം. ഈശോയുടെ കുരിശിൻ്റെ പുറകുവശത്തെ സ്ഥലം വെറുതെ കിടക്കുകയാണ്. ഓരോരുത്തർക്കും അവിടെ സ്ഥാനമുണ്ട്, എല്ലാവർക്കും അവിടെ സ്ഥാനമുണ്ട്. അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥനയെയും ആത്മസമർപ്പണത്തെയും പരസ്പരം സമന്വയിപ്പിക്കുന്ന അന്തിമ വചനങ്ങൾ വരെ. ഇനി 7 വചനങ്ങളാണ്. 1, 2, 3, 4, 5, 6, 7 ഉണ്ടോ? ആ 7 വചനങ്ങൾ, ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ 7 വചനങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഗാനം എഴുതിയിട്ടുണ്ട്, ഇത് വെച്ചുകൊണ്ട് ടോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ധ്യാനിക്കാൻ, ഒരു ധ്യാനം 5 ദിവസം ധ്യാനിക്കാൻ വരെ ഇത് പര്യാപ്തമാണ്. 7 കാര്യങ്ങളാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. 7 കാര്യങ്ങൾ. അത് ഈശോയുടെ അന്തിമ വചനങ്ങളാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അന്തിമ വചനങ്ങൾ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം പറഞ്ഞതാണ്, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഈശോ ഇതിനെക്കുറിച്ച് നമ്മൾ CCC 312 കേട്ടു. ഏറ്റവും വലിയ അധാർമികത, മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ തിന്മ ഇന്നോളം ഉണ്ടായിട്ടുള്ള 312 ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്നും അതിതായിരുന്നു, സർവ്വ മനുഷ്യരുടെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിനേൽപ്പിച്ചു കൊടുത്തതും ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും ഒക്കെ. അപ്പോൾ ഏറ്റവും വലിയ ധാർമ്മിക തിന്മ മനുഷ്യൻ ചെയ്തത് ജീവൻ്റെ നാഥനായ യേശുവിനെ കുരിശിൽ തറയ്ക്കുക, തിരസ്കരിക്കുക എന്നതായിരുന്നു. എന്നാൽ ആ ഏറ്റവും വലിയ ധാർമ്മിക തിന്മ എന്നാണോ നന്മ എന്നാണോ പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ തെറ്റിപ്പോയിട്ടെങ്കിൽ ക്ഷമിക്കണം. ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്ന് ഇവിടെ നന്മ വരികയാണ്. എന്തുകൊണ്ടാണ്? ആ തിന്മ ചെയ്തവരെല്ലാം ഈശോ സ്നേഹിക്കണം. ഇവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യം. തന്നെ കുരിശിൽ തറച്ച്, തന്നെ ഭയാനകമായി പീഡിപ്പിച്ച്, തന്നെ കൊല്ലുന്ന അവരെ സ്നേഹിക്കുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവേ അവരോട് ക്ഷമിക്കണേ. ഇത് ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് പിതാവിനോട്, യേശുവിൻ്റെ മാനുഷിക ഹൃദയത്തിൽ നിന്ന്, യേശുവിൻ്റെ മാനുഷിക അവസ്ഥയിൽ നിന്ന് മനുഷ്യനായ ഈശോ തൻ്റെ സഹോദരരായ എല്ലാവരെയും കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ഇതിൽ നിന്നാണ് ക്രിസ്ത്യാനിയുടെ ക്ഷമിക്കുന്നത്. ക്ഷമിക്കുക, സ്നേഹിക്കുക. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ചിലർ പറയും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആ വേദനയെ ഈശോയുടെ വേദനയുമായിട്ട് അങ്ങ് ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവമേ ഇത് അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സ്വീകരിക്കുന്നു. ഇത് ക്ഷമിക്കാൻ യേശുവിന് സാധിക്കുന്നത് അതിന് മുൻപ് ഈശോ പ്രാർത്ഥിച്ചതെന്താ? ഇത് അങ്ങയുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. പിലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് പിലാത്തോസ് പറഞ്ഞു, നിന്നെ കൊല്ലാനും വിട്ടയക്കാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് നിനക്കറിയോ? പിലാത്തോസിൻ്റെ ഭയങ്കര അധികാരമുള്ള ശബ്ദം. എന്നാൽ ജീവൻ്റെ നാഥനായ കർത്താവിനോടാണ് ഈ പറയണതെന്ന് പാവത്തിനറിയോ? അയാളുടെ അജ്ഞതയല്ലേ അത്? ഇത് അയാളുടെ അജ്ഞതയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ഇതുവരെ.
ഈശോ വളരെ കൂളായിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് നിനക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഈ അധികാരം നിനക്കുണ്ടാവില്ലായിരുന്നു. ഈ അധികാരം നിനക്ക് തന്നത് എൻ്റെ പിതാവാണ്. അതെല്ലാം പിതാവിനെ കാണുക, പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നു. നിന്നെ കൊല്ലാനും വിട്ടയക്കാനുമുള്ള അധികാരം. അപ്പോൾ എന്ന പോലെ തന്നെ ഈ പട്ടാളക്കാരും അവിടെയുള്ള സകലരും യേശുവിനെ പീഡിപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്തത് പിതാവിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ പിതാവിൽ നിന്നത് സ്വീകരിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ക്രൂരതയല്ലേ ചെയ്തത് ആയിരിക്കാം. എന്നാൽ ആ ക്രൂരത പിതാവറിയാതെ സംഭവിക്കില്ല. ഇതാ 2 കുരുവികളെ നിങ്ങൾ കാണുന്നില്ലേ? അതിനകത്തൊന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ താഴെ വീഴില്ല. നിങ്ങളുടെ തലമുടി നാരികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ഭയാനകമായ സഹനത്തെ പിതാവിൻ്റെ കയ്യിൽ നിന്നൊന്ന് സ്വീകരിച്ച് പിതാവേ, ഈ പാനപാത്രം ഞാൻ സ്വീകരിക്കുന്നു. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക സഹനത്തെ. പിതാവേ, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പിതാവേ, അവരോട് ക്ഷമിക്കുക, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അതാണ്, അവരറിയുന്നില്ലെങ്കിലും പിതാവിനറിയാം. പിതാവ് അത് അനുവദിച്ചു. തുടർന്ന് 2-ാമത്തെ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കേട്ടോ, അവിടെ ഏറ്റവും വലിയ ഒരു കൊലപാതകിയും കള്ളനുമായ ഒരാളെ ഈശോയോടൊപ്പം തന്നെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിലായിരിക്കും. സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഏറ്റവും വലിയ പാപിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് കുരിശ്. ആ കുരിശിൽ തൂങ്ങി ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവനോട് കർത്താവ് പറയുകയാണ്, ഏറ്റവും വലിയ പാപിയോട്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. കാരണം നിനക്ക് വേണ്ടിയാണ്. നിൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തു, ഞാനതിന് പരിഹാരം ചെയ്തു. നിൻ്റെ ആത്മാവിനെ ഞാൻ കൊണ്ടുപോകും. കണ്ടോ? പിന്നെ ഇതാ സ്വന്തം അമ്മയോട്, പിതാവ് ഏറ്റവും വലിയ പാപി, പിന്നെ സ്വന്തം അമ്മയോട് നോക്കിയിട്ട് പറയാണ്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ നോക്കിയിട്ട് പറയാണ്, ഇതാ നിൻ്റെ അമ്മ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇതാ നിൻ്റെ സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. മകനെ, ഇതാ നിൻ്റെ അമ്മ, അല്ലെങ്കിൽ ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയെ, അതിനെക്കുറിച്ച് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് ഇതാണ്. വ്യാഴാഴ്ച ഈശോ പറഞ്ഞു, ഇതാ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് അർപ്പിച്ച ആ ശരീരവും രക്തത്തിൻ്റെ ഒറിജിൻ, ആ ശരീരവും രക്തവും ഈശോയ്ക്ക് എവിടെ നിന്ന് കിട്ടിയോ, എവിടെ നിന്ന് കിട്ടിയ ആ ശരീരവും രക്തവും തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടി. അതാണ് കുരിശിൽ അർപ്പിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിൻ്റെ ശരീരവും തൻ്റെ രക്തത്തിൻ്റെ രക്തവും ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ഇതൊരു ക്രിസ്മസിൽ ജോൺ പോൾ മാർപ്പാപ്പ നൽകിയ സന്ദേശമായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ശരീരം, എൻ്റെ രക്തത്തിൻ്റെ രക്തം, എൻ്റെ അമ്മ ഇനി മുതൽ സഭയുടെ അമ്മയാണ്, നിങ്ങളുടെ അമ്മയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ചാക്രിക ലേഖനങ്ങൾ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് 3-ാമത്തെ പ്രാർത്ഥന. ഇനി 4-ാമത്തെ പ്രാർത്ഥന,
എനിക്ക് ദാഹിക്കുന്നു. അതാണ് ഈശോ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. മനുഷ്യവംശത്തിൻ്റെ സകല ആത്മാവിനെയും തൻ്റെ ആത്മാവിലേക്ക് ഒന്നിപ്പിക്കുന്നതിനുള്ള ദാഹമാണ്. എനിക്ക് ദാഹിക്കുന്നു. ഈശോയുടെ വലിയ ഒരു പ്രാർത്ഥനയാണത്, എനിക്ക് ദാഹിക്കുന്നു. തുടർന്ന് 22-ാം സങ്കീർത്തനമാണ്. തുടർന്ന് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത്. 22-ാം സങ്കീർത്തനം ഈശോയുടെ കുരിശിൽ കിടക്കുന്ന അവസ്ഥയാണ് ആ സങ്കീർത്തനം മുഴുവനും. ആ സങ്കീർത്തനത്തിലെ ശേഷഭാഗത്തൊരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവരെൻ്റെ വസ്ത്രങ്ങൾക്ക് ചുറ്റിയിടും, അവരെൻ്റെ വസ്ത്രങ്ങൾക്ക് ചുറ്റിയിടും. ഇത് ഈശോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്കുകളും കുരിശിൽ കിടന്ന് പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ ഈശോ ജനിച്ചപ്പോൾ മുതൽ, ചെറുപ്പകാലം മുതൽ എല്ലാ ദിവസവും പാടിയിരുന്ന ഈ സങ്കീർത്തനം, പാടി പ്രാർത്ഥിച്ചിരുന്ന ഈ സങ്കീർത്തനം കുരിശിൽ കിടന്ന് അതിൻ്റെ ഏറ്റവും പൂർത്തീകരണ അവസ്ഥയിൽ കുരിശിൽ കിടന്ന് കൈകാലുകൾ കുത്തി തുളച്ചിരിക്കെ തന്നെ ഈശോ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 22: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ എന്നെ കൈവെടിച്ചു. അത് ഈശോയുടെ ആ മനുഷ്യ ശരീരം കുരിശിലിപ്പോൾ കിടക്കുമ്പോൾ ഈശോയുടെ മനുഷ്യ ശരീരം മുഴുവനും പാപമേറ്റെടുത്തുകൊണ്ട് എന്തിനു വേണ്ടി താൻ മനുഷ്യനായോ ആ മനുഷ്യനായതിൻ്റെ പൂർണ്ണത ഇവിടെ തൻ്റെ മനുഷ്യവംശത്തിന് വേണ്ടി അവരുടെ പാപം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ പോവുകയാണ്. ആ ശരീരം ഇപ്പോൾ മരിക്കാൻ വിട്ടുകൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയ രഹസ്യമാണ് ഈശോ അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു, എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയുമാണെന്ന് നിൽക്കുന്നത്. ആ സങ്കീർത്തനം അവിടെ പ്രാർത്ഥിക്കുന്നതും കൂടിയാണത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവരെ കാണുന്നു. ഈശോയുടെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ വസ്ത്രം അവർ കീറി മുറിച്ചിരിക്കുന്നു. തൻ്റെ അടിവസ്ത്രത്തിന് അവർ ചുറ്റിയിട്ടു. തൻ്റെ അടിവസ്ത്രം, തൻ്റെ ആ അടിവസ്ത്രം സഭയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത്. അത് മുറിക്കപ്പെടാതെ, അതവർ മുറിക്കാതെ അതിനു വേണ്ടി ചുറ്റിയിടുന്നു. സഭയുടെ പ്രതീകമായിട്ടാണ്. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ കാർഡിനാൾ റെനേറോ കാന്തലമീസ നൽകിയ പ്രസംഗത്തിൽ ഈ വാക്ക് തന്നെയാണ് പറഞ്ഞത്. ആ അടിവസ്ത്രം ക്രിസ്തുവിൻ്റെ ശരീരം പോലെ തന്നെയാണ്. അത് സഭയാണ്. അതൊരിക്കലും മുറിക്കപ്പെടുകയില്ല. അതിൻ്റെ പ്രതീകമാണ് ആ അടിവസ്ത്രം. മുറിക്കപ്പെടാതെ അത് കൈമാറ്റപ്പെടുന്നു. തുടർന്ന് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള അടുത്ത പ്രാർത്ഥന. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഞാൻ എന്തിനു വേണ്ടി വന്നോ, എന്തിനു വേണ്ടി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചുവോ, അത് പൂർത്തിയായി. ഇനി ഈശോ അവസാനത്തെ വാക്കിതാണ്: പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ ആത്മാവിലാണ് ഈ രക്ഷാകര മൂല്യങ്ങളെല്ലാം അടങ്ങിക്കൊണ്ടാണത്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൽ ഈ രക്ഷാകര മൂല്യങ്ങൾ അടങ്ങിയിട്ടില്ല. ഈ രക്ഷാകര മൂല്യങ്ങൾ അടങ്ങണമെങ്കിൽ ഈശോ പോകണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പോയാലേ അവൻ വരികയുള്ളൂ. ഈശോ പീഡ സഹിച്ച് ഈശോയുടെ ഈ പ്രാർത്ഥനകളെല്ലാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിനെ ഈശോ പിതാവിന് കൊടുക്കുന്നു.
ആ ആത്മാവിനെയാണ് ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്തായ്ക്ക് നമ്മൾ ഓരോരുത്തരിലേക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പിതാവിലല്ലേ കൊടുത്തത്, നമുക്ക് തന്നോ എന്ന് മനസ്സിലാക്കരുത്. പിതാവിലേക്ക് കൊടുത്തത് അത് നമ്മൾ ഓരോരുത്തരിലേക്കും പെന്തക്കോസ്തായിലൂടെ നൽകപ്പെടുന്നതിന് വേണ്ടിയാണ്. ഒടുവിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് യേശു മരിക്കുമ്പോൾ ഉച്ചത്തിലുള്ള നിലവിളി വരെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ആ നിലവിളിയുടെ അർത്ഥം? എന്തായിരുന്നിരിക്കാം ആ നിലവിളി? അതാണ് ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മരിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് ഇതിൻ്റെ സൈഡിലെ പാരഗ്രാഫ് 614 പെട്ടെന്ന് നമുക്കത് കൂടി കേൾക്കാം. 614 ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഈ ബലി അനന്യവും മറ്റെല്ലാ ബലികളെയും പൂർത്തിയാക്കുന്നതും അതിശയിക്കുന്നതുമാണ്. അതാണ് ഒന്നാമതായി, അത് പിതാവായ ദൈവത്തിൻ്റെ തന്നെ ദാനമാണ് ആ ബലി. കാരണം നമ്മെ തന്നോട് രഞ്ജിപ്പിക്കുവാൻ സ്വപുത്രനെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. അതേസമയം അത് മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ നമ്മുടെ അനുസരണക്കേടിന് പരിഹാരമായി സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടെ തൻ്റെ ജീവനെ പരിശുദ്ധാത്മാവിലൂടെ പിതാവിന് നൽകിയ സമർപ്പണമാണത്. ഇതാണ് നമ്മളെല്ലാ ദിവസവും കുർബാന അനുസ്മരിക്കുന്നത്. ഈ ബലിയാണത്. അതൊരു ചടങ്ങല്ല, ഈശോയുടെ ജീവിത ബലിയാണ് നമ്മൾ ഓരോ ദിവസവും അർപ്പിക്കുന്ന, കൗദാശികമായിട്ട് അർപ്പിക്കുന്നത്. വരുവിൻ, നമുക്ക് ഈ രഹസ്യങ്ങളെ എത്ര ധ്യാനിച്ചാലും മതിയാവില്ല. നമുക്ക് ഈ പ്രാർത്ഥന മുഴുവനും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഈ ഭാഗം മുഴുവനും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ദൈവമേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ.